ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ചീപ്പായിട്ടും അതേമാതിരി സേഫായിട്ടും സ്റ്റേ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ പോണത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തേക്ക് ഞാൻ എന്താ ചെയ്തിരുന്നത്. ഓക്കെ, എൻ്റെ ഫസ്റ്റത്തെ സോളോ ട്രിപ്പ് തന്നെ എടുക്കാം നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ആൻഡ് ഇപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ പഠിക്കാതിരിക്കണ മാറിയില്ല, പഠിപ്പിച്ച് തരണ മാറിയില്ല, ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പോണതിന് മുമ്പ് ഞാനിരുന്ന് റിസർച്ച് ചെയ്ത് ഓക്കെ പഠിച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ അല്ല. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ എക്സ്പീരിയൻസിൽ നിന്ന് പണി കിട്ടി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്ത്, കാരണം പൈസ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എവിടുന്ന് തുടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സും ട്രെയിനൊക്കെ ബുക്ക് ചെയ്യൂലേ, അവിടുന്ന് നമ്മൾ പണി തുടത്തണം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ രാത്രി യാത്ര ചെയ്യാം. ഇത് ലിറ്ററലി ടീച്ചർമാർ പഠിപ്പിച്ചിരുന്ന കാര്യമല്ലോ അല്ല. അപ്പോൾ നല്ല രസമുണ്ടല്ലേ രാത്രി. അയ്യോ ഇതൊക്കെ പോകണം, ഞാൻ വല്ലാണ്ട് ഞാനാവിടും, നിങ്ങളൊക്കെ പക്ഷെ ആരാ. അപ്പം എന്താണെങ്കിൽ രാത്രി യാത്ര ചെയ്യാം നമ്മൾ. അപ്പോൾ രാത്രി ഇപ്പോൾ ഞാൻ അധികം ഇപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേന് രാജസ്ഥാനെത്തും, രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേന് ഹിമാചലെത്തും. അങ്ങനെയാണല്ലോ. അങ്ങനെ ചെയ്യണോണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ റൂം എടുക്കണ്ട, കാരണം നമ്മൾ ബസ് കിടന്നുറങ്ങി, നമ്മൾ ട്രെയിനിൽ കിടന്നുറങ്ങി കഴിഞ്ഞു കത്തം, അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേ സേവ്ഡ്, ആ പൈസ നമ്മൾ സേവ് ചെയ്തു. അതാണ് ഒന്ന്. പിന്നെ ആദ്യമൊക്കെ ഞാൻ മുമ്പിൻ്റെ വീഡിയോയിലും റീലിലൊക്കെ നാൾ പറഞ്ഞു, ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പാളിലും ഇങ്ങനെ എവിടെയൊക്കെ കിട്ടും, എവിടെ വേണമെങ്കിലും ഞാൻ പോയി കടന്നിരുന്നു. റോഡ് സൈഡ് ആണെങ്കിലും എവിടെ ആണെങ്കിലും ഞാൻ പോയി കടന്നിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തീരെ സേഫല്ല. ഞാനങ്ങനെ ചെയ്തിരുന്നത് എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേന്നു. ഒറ്റക്കൊന്നും പോയിട്ട് ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും കടക്കാൻ നിൽക്കുന്നതൊക്കെ പണി കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ഞാനായിരുന്നു കേട്ടോ അവിടെ പോയി കിടക്കാനൊക്കെ. എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഒരു ഇതുണ്ട്. കാരണം പക്ഷെ എൻ്റെ കേസിൽ എന്താ വെച്ചാൽ പണ്ടേ ഇങ്ങനെ ഇത് പോണില്ലല്ലോ, 9 എത്ര വർഷമായിട്ട് പോവാണ്ട്, 9 വർഷമായിട്ട് പോവാണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട്, ഞാനിങ്ങനെ അങ്ങനെ ചെയ്യണത്. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ പൂതി വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം എനിക്കതൊക്കെ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയ അവർ ഓടിപ്പോയിട്ടാണ് ഞാൻ കടന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉറങ്ങാത്തത് എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. കാരണം ഇന്നെ നോക്കാൻ ഓരുണ്ടായിരുന്നു, ഇവിടെ ഓരോന്നും കാട്ടണമൊന്നുമില്ലല്ലോ എന്നുള്ളതിൽ. എന്നിട്ട് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കടന്ന് ചത്ത് രാവിലെ കൊന്നിട്ട മാതിരി ഞാൻ കടന്നുറങ്ങിക്കോട്ടെ, കാരണം എനിക്കകത്തൊന്നും ഒരു പ്രശ്നമല്ല. അതിൽ വേറെ ഏതോ ഒരു ചങ്ങായി എൻ്റെ അടുത്ത് വന്നിട്ട് കടക്കാരിങ്ങനെ വിരിച്ചിട്ടൊക്കെ കിടക്കുക, ഏതോ ഒരു ഹിന്ദിക്കാരന്. എൻ്റെ ഫ്രണ്ട്സുകൾ അത് ഞങ്ങളെ കൂടെ ഉള്ളതൊക്കെ പറഞ്ഞിട്ട് അവരെ കടത്തില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ആരെയിലൊക്കെ വേണോ അതിൻ്റെ മാതിരി നമ്മളെ സാധനങ്ങളൊക്കെ, നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനത്തെ സ്ഥലമല്ലേ മീൻസ് എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവുകയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ആ ബസ് സ്റ്റോപ്പിലൊക്കെ കടക്കണൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒന്ന് കാട്ടാൻ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ആരെങ്കിലും വേണം. അതാണ് പോയിന്റ് നമ്പർ 2. ഇനി അടുത്തത്, അത് ആദ്യം എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുദ്വാരനെ പറ്റിയിട്ടോ ധർമ്മശാലനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞിരുന്നില്ല. നോർത്ത് ഇന്ത്യ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂമൊന്നും എടുക്കേണ്ട. ഒരുവിധം എല്ലാത്തും ഡൽഹിയിലാണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഹിമാചലാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും അവിടെയൊക്കെ ഗുരുദ്വാര ധർമ്മശാല ഇതാളൊക്കെ ഉണ്ടാകും എല്ലാ സ്ഥലത്തും. ഗുരുദ്വാര പറയണത് ബേസിക്കലി സിഖുകാരെ മറ്റേ സ്ഥലം, ഇത് ഒരിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലം. പക്ഷെ നമുക്ക് അവിടെ ഒരു മതമോ അതോ ഇതോ ഒന്നും പ്രശ്നമല്ല, ആർക്കും ആണെങ്കിലും പോവാം, ആർക്കും ആണെങ്കിലും നിൽക്കാം. ഫ്രീ ഫുഡ്, അത് നല്ല ഫുഡ്. ചില ഗുരുദ്വാരയിലൊക്കെ ടോപ്പ് ഫുഡ് കിട്ടും, നല്ല വൃത്തിയൊക്കെ ഉണ്ടാക്കും. പിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് ചില ഗുരുദ്വാരയിലൊക്കെ നല്ല ഫുഡൊക്കെ കിട്ടും കേട്ടോ. രാവിലെ ഓട്സ്, എന്താണ് ചോറ് ചവലല്ലോ കേട്ടോ, ചോറ്. അങ്ങനെ മെനു ഒന്നും ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ നല്ല ഫുഡ് ഉണ്ടാകും, പുതപ്പുണ്ടാകും, തലേണ ഉണ്ടാകും, നമുക്ക് ഒറ്റയ്ക്ക് ബെഡ് ഉണ്ടാകും. ചില ഗുരുദ്വാരയിൽ റൂമുകളായിട്ടേ കാര്യം, ഒരു റൂമിൽ ഇത്ര ആൾക്കാർ, ഒരു ഒറ്റ റൂമിൽ ഇത്ര ആൾക്കാർ, ചിലതിൽ മറ്റേ വലിയൊരു ഹാളിൽ ഫുള്ള് ബെഡ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ കാര്യം. നല്ല രസമാണ്. കുറേ ആൾക്കാരെ കാണാം. സിഖുകാർക്കാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പോരെ കൂടെ ഒക്കെ ട്രക്കിങ്ങിന് പോയാൽ നല്ല രസമാണ്. കാരണം ഓരോരുത്ത് ഈ സിഖുകാർ പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റേ ഒരു ഭയങ്കര എന്താ പറയുക, ഓരോ വില ഒരു കളയൂല, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഒരിങ്ങനെ എന്തെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ ഒരു നമുക്കൊക്കെ കുറേ തിന്നാനൊക്കെ തരും. അങ്ങനെ നല്ല രസമാണ് കൂടെ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ പിന്നെ ധർമ്മശാല, ഗുരുദ്വാര ഫുൾ ഫ്രീ ആട്ടോ. ഗുരുദ്വാരയിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട, നമ്മൾ ആധാർ കാർഡ് വേണം കയ്യിൽ അവിടെ കയറാൻ. വേറെ ഒന്നുമില്ല, നമ്മൾ കൂടെ ആരാ എന്താ ചെയ്യിക്കോട്ടെ, നമ്മൾ മതം എന്താ ചെയ്യിക്കോട്ടെ. അതിൻ്റെ ഉള്ളിൽ കള്ള്, ഞാൻ നാൾ പോയിക്കോ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കള്ള് കുടിച്ച് അതിൽ ഇത് കണ്ടിട്ട് ഇവരടുത്ത് സിക്കാരും അടുത്ത് ഒരിടത്ത് വാളും വടിയോ ഒക്കെ ഉണ്ടാകും കേട്ടോ. എന്നിട്ട് ഇതോട്ടൊക്കെ ഒരാളടുത്ത് അടിക്കണമൊക്കെ ഉണ്ടായത്. അപ്പോൾ നോക്കി കണ്ടിട്ടൊക്കെ നിൽക്കണം. പിന്നെ നമുക്ക് കുളിക്കും, ബാത്റൂം എല്ലാം ഉണ്ട്, നമുക്ക് വേറെ ബാത്റൂം വേറെ ടോയ്ലറ്റ് വേറെ. അയ്യോ അങ്ങനെ നല്ല രസം. പിന്നെ ധർമ്മശാല എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം ധർമ്മശാലയിൽ. പക്ഷെ ചെറിയ പൈസക്കാരം. ജയ്പൂരിലുള്ള ഒരു ധർമ്മശാലയിൽ നാളെ എത്രയുന്നു 100 രൂപ കരുതിയിട്ട് ഞാൻ ഉത്തർപ്രദേശ് പോയേക്ക് ഒരു പ്രാവശ്യം അത്ര പൈസ ഉള്ളല്ലോ എന്നൊക്കെ കരുതി പോയേക്ക്. അവിടുത്തെ ധർമ്മശാലയിൽ എത്ര 300 400 എത്ര പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ധർമ്മശാല ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ധർമ്മശാലയിലത്തെ പൈസ മാറും. എന്നിട്ട് ഒരു പ്രാവശ്യം ഉത്തർപ്രദേശിൽ ഞാൻ ഒരു പൈസ ഇല്ലാണ്ടായിട്ട് പോണേ, പൈസകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എല്ലാ ധർമ്മശാലയിലും ഭയങ്കര പൈസ പറയാം, എൻ്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല. അങ്ങനെ ഞാനും എൻ്റെ ഒരു നേപ്പാളത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമ്മൾ രണ്ടാളും ഉള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാ ധർമ്മശാലയിലും ചെന്നിട്ട് പ്ലീസ് ഞങ്ങൾ പൈസ കുറക്കും അടുത്ത് പൈസ ഇല്ല അങ്ങനെ പറഞ്ഞ് കുറേ ധർമ്മശാലകളിൽ പോയി. ആരും കയറ്റണുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു ധർമ്മശാലയിൽ താഴെ ചോദിച്ചു, ഞങ്ങളടുത്ത് എത്ര രൂപയുള്ളത് ചോദിച്ചു. അപ്പം ഞങ്ങളടുത്ത് എത്ര ഉള്ളത് ഞങ്ങൾ പറഞ്ഞു, എത്ര 200 രൂപ 100 രൂപ. അതിൽ ഇയാൾ പറഞ്ഞു, ഞങ്ങൾ ദാരിദ്ര്യം കേട്ടിട്ട് ഞങ്ങളൊന്നും തരണം, ഞങ്ങൾ ഇവിടെ വെറുതെ നിന്നോളി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വെറുതെ നിന്ന് അങ്ങനെ നല്ല രസമുണ്ട്. നമുക്കൊരു ഉണ്ടാക്കും മാത്രം ഒരു റൂമൊക്കെ അങ്ങനെ. അത് അടുത്തത് ഹോം സ്റ്റേസും ഒരു ചീപ്പ് ഓപ്ഷനാണ്. ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അപ്പം നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയേണ്ട ഇത് നല്ലതാണോ ഇത് ചീത്തതാണോ എന്ന്. അപ്പം നമ്മളെന്ത് കാട്ടണം, ഞാൻ ഫസ്റ്റിൻ്റെ സോളോ ട്രിപ്പിന് പോയൊക്കെ ഞാൻ വല്ല വർത്താനം പറയണല്ലേ, ഞാൻ തന്നെ കൊയകി, നിങ്ങൾക്കൊല്ല മനസ്സിലാവട്ടല്ലോ പറയണത്. അപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ സ്പീഡ് കുറച്ചിട്ട് വർത്താനം പറയാനും കഴിയൂല. അയ്യോ ഒരു വെള്ളക്കുപ്പിയൊക്കെ സൈഡിൽ കൊടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കുകയൊക്കെ ചെയ്തോടെ, ഇപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ താഴ്ത്തു പോകണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേസിന് എങ്ങനെ നമ്മൾ റൂം എടുക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് പുതിയൊരു സ്ഥലം, ഞാൻ എൻ്റെ ട്രാവൽസിൽ ഒരിക്കലും പ്രീ ബുക്ക് ഞാൻ ഇതുവരായിട്ട് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ചെയ്തിക്കണം. അതും എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ പ്രോപ്പർട്ടിക്ക് പോകാൻ അവരോട് പറഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന്, അത്ര മാത്രം. അല്ലാണ്ട് ഇത്രയും കാലം ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ റൂം എടുക്കേണ്ടതെന്ന്. ഓക്കെ, അതാണ് ഈ വീഡിയോ, അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതായിട്ട് ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകണു, നമ്മൾ ബസ് ഇറങ്ങണു, ഇനി ഇവിടെ നിൽക്കും, എന്ത് കാട്ടും, ആരുമില്ല, ഒപ്പം ആൾക്കാരൊന്നും നമുക്കറിയില്ല, ഫുൾ അറിയാത്ത സ്ഥലം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടുത്തെ പെണ്ണുങ്ങളെ തപ്പണം. ആ നാട്ടിലത്തെ ലോക്കൽസിന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഓരോ ഡ്രസ്സിങ് വന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഓരോട് ഫസ്റ്റ് ഒരു താത്താനെ പിടിക്കാം. ആ താത്താനോട് ചെന്ന് ചോദിക്കുക, അങ്ങനെ എവിടെയാണ് നല്ല സ്റ്റേ, എവിടെയാണ് സേഫായിട്ട് നിൽക്കാൻ പറ്റണ പ്രശ്നമൊന്നുമില്ലാത്ത എവിടെ ചോദിക്കുമ്പോൾ ഇവരൊരു സ്ഥലം സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതവിടെ വെക്കുക. ഓക്കെ, ഒരു ഓപ്ഷൻ. എന്നിട്ട് അവിടെ പോയി എടുക്കരുത്. എന്നിട്ട് വേറൊരു താത്താനെ വിളിക്കുക. എന്നിട്ട് ആ താത്താനോട് ചെന്ന് ചോദിക്കുക, അങ്ങനെ നല്ലത് ഏതാണ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞുതരാം. അങ്ങനെ കുറച്ചൊരു 3 മതി. 3-4 ആൾക്കാരോട് ചോദിക്കുമ്പോൾ അങ്ങനെ എന്നിട്ട് ഇതിൽ നിന്ന് കോമൺ ആയി വരുന്നത് റൗണ്ട് ചെയ്യുക. എന്നിട്ട് അവിടെ പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആദ്യം നോക്കണം അവിടുത്തെ ആൾക്കാരെ നമ്മളോടുള്ള പെരുമാറ്റം ഇതൊക്കെ. എന്നിട്ട് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒറ്റയ്ക്ക് സോളോ ട്രാവലറാന്നൊന്നും പറയാൻ വെക്കരുത്. നമ്മൾ റൂം എടുക്കുമ്പോൾ നമ്മളറിയാം, ഇപ്പം ഞാൻ ഒറ്റക്കാണ് ചെക്ക് ചെയ്യണത്, കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ രാവിലെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ജോയിൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാം. കുറേ കള്ളം പറഞ്ഞോ, പഠിച്ചവനൊക്കെ പുറത്ത് തന്നോളും, ജീവിക്കണ്ടേ. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഷോഫായിട്ടൊക്കെ ഒറ്റക്ക അവിടെ നിന്ന് ഒറ്റക്ക് വരുമെന്നതാണ് ധൈര്യശാലയെന്നൊന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു ആവശ്യമില്ല. ആരും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ കള്ളം പറയാം, ഒറ്റക്കല്ലാന്ന് ബോധിപ്പിക്കാം. എന്നിട്ട് അതേമാതിരി ഈ റൂമും പരിസരമൊക്കെ കാണുമ്പോൾ റൂമിലൊക്കെ ചെന്നിട്ട് നോക്കുക, അഥവാ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ വെച്ച് ആർക്കാണ് കേൾക്കാൻ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ചുറ്റും ഫാമിലീസൊക്കെ നിൽക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്താം. അങ്ങനത്തെ സ്ഥലം എടുക്കുക. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും മുക്കിലൊന്നും പോയിട്ട് എടുക്കരുത്. അങ്ങനെ പിന്നെ ഇവരിനിപ്പോൾ നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞിട്ട് റൂം ക്ലീൻ ചെയ്യാൻ അതാണ് ഇതെന്നൊക്കെ റൂം അതിൽ മുട്ടിക്കഴിഞ്ഞാൽ തുറന്നു കൊടുക്കരുത്. ഒക്കെ കഴിഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നുമല്ല, ഞാൻ തുറക്കൂല, എനിക്ക് പേടിയാണ്. അതേമാതിരി പെപ്പർ സ്പ്രേ, കത്തി, അതൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ വെക്കുക. എപ്പോഴും എടുക്കുക, വടിക്കുക, കൊല്ലുക. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാൻ
ഇത് പറയണൊക്കെ മോശമാണ് എനിക്കറിയാം, പക്ഷെ ഞാൻ എപ്പോഴും ഇതൊക്കെ സൈഡിൽ വെക്കും കേട്ടോ. ഞാൻ വെക്കുമ്പോഴും എൻ്റെ ഇതിലുണ്ടാകും എന്നെ എന്തെങ്കിലും കാട്ടാൻ വന്നതിനാലാണ് അതിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അപ്പത്തിന് അപ്പോൾ പേടിച്ച് പോതൊക്കെ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എന്നാലും യുനോ ഞാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും എന്തിനും. അങ്ങനെ അതാണ് ഒരിത്. പിന്നെ പൈസ ഇപ്പോൾ ആകെ നമുക്ക് എന്തിനാ പൈസ വന്നത്? ഇപ്പം നമുക്ക് ആകെ പൈസ വന്നത് ഹോം സ്റ്റേക്ക് മാത്രമല്ലേ, ബാക്കി ഗുരുദ്വാര ധർമ്മശാല അതൊക്കെ നമ്മൾ എന്നാലും ഒരു ഇത്ര പൈസ ആണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവിടെയൊക്കെ ഗുരുദ്വാര പിന്നെ ഫുൾ ഫ്രീ, പിന്നെ ബസ് സ്റ്റോപ്പൊക്കെ ഫ്രീ. അപ്പോൾ ഈ ഹോം സ്റ്റേസിൽ നമ്മൾ എങ്ങനെ ബാർഗെയിൻ ചെയ്യും? അപ്പോൾ നമ്മൾ പറയണം സ്റ്റുഡൻ്റാണ്, നമ്മളടുത്ത് പൈസ ഒന്നുമില്ല, നമ്മൾ അത്രയും പൂതിക്കൊക്കെ സ്ഥലം കാണാൻ വന്നേ, നിങ്ങളും കൂടെ ഒന്ന് സഹകരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പ്ലീസ്. നിങ്ങൾ കെഞ്ചണം, അല്ലാണ്ട് ഇങ്ങനെ നടന്നാലൊന്നും പൈസ കുറയൊന്നുമില്ല. അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 3 കാക്കോളുണ്ട് കരുതിക്കോ. ഇപ്പം ഞാൻ ചിറ്റ്കുള് പോയേക്ക് എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒക്കെ തിരിൻ്റെ അടുത്ത് എക്സാമ്പിൾസ്. ചിറ്റ്കുള് പോയേക്ക്, ചിറ്റ്കുള് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ്. ഓക്കെ, അവിടെ പോയേക്ക് അവിടെയൊക്കെ റൂമുകൾക്കൊക്കെ കുറച്ചൊക്കെ പൈസ ഉണ്ട്. അത്ര പൈസ ഒന്നുമില്ല, എന്നാലും കുറച്ചൊരു 400 രൂപ അത്രയൊക്കെ ഇവർ പറയുന്നുണ്ട് ഒരു ദിവസത്തിന്. അപ്പം എൻ്റെ അടുത്ത് അത്ര പൈസ ഒന്നും എടുക്കാല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ആകെ കുഴങ്ങി ഇപ്പം എന്താ കാട്ട കരുതിയിട്ട് ഒരു ഹോം സ്റ്റേ പോയി. അപ്പോൾ അവിടെ പോയേക്ക് 3-4 കാക്കോളം ഇങ്ങനെ ഇരിക്കണം. മീൻസ് നമ്മൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കാക്കാരിങ്ങനെ ഇരുന്ന് ചില്ലാക്കി ഓരോ വോക്ക് അവിടെ തന്നെ ഒരു ചില്ലാക്കുന്ന സ്ഥലം അങ്ങനെ ഇരിക്കാൻ ഇരിക്കുക. എല്ലാം അങ്ങനെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ റൂമൊക്കെ ഉണ്ട്, സെറ്റാണ്. എന്തൊക്കെ കഥ പറയണേ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ സ്റ്റുഡൻ്റാണ്, ഇത് കുറക്കണം എന്നൊക്കെ പറഞ്ഞേക്ക്. അപ്പോഴൊന്നും ഇവരൊന്നും ഇതാക്കണമൊന്നുമില്ലേ. എന്നിട്ട് ഞാൻ കുറേ ഇരുന്ന് ഞാൻ കെഞ്ചി. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാരും സമ്മതിക്കൂല, പക്ഷേ ആരെങ്കിലും ഒരാൾ സമ്മതിക്കും. അപ്പം നമ്മളവിടെ പിടിക്കണം. അപ്പം ഇയാൾ പറയും സാരല്ല പാവല്ലേ കൊടുത്തണം. അപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും പറയൂല. അങ്ങനെ നമ്മൾ ദാരിദ്ര്യം പറഞ്ഞിട്ട് അവരൊക്കെ വീഴ്ത്തണം, യുനോ. കാരണം നമ്മൾ സ്റ്റുഡൻസ് അല്ലേ, നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ കുറേ പൈസ കിട്ടുന്നുണ്ടാവില്ല അവിടുന്ന്. അപ്പം നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു ഇതാക്കിയെന്ന് വെച്ചിട്ട് അപ്പം പക്ഷേ അതിനുള്ള നന്ദി നമ്മൾ അവരോട് കാണിക്കണം. അങ്ങനെ എന്നിട്ടപ്പോൾ നമുക്ക് കുറച്ച് തരും. അന്ന് എനിക്ക് എത്ര രൂപയ്ക്ക് സ്റ്റേ കിട്ടി? 200 രൂപയ്ക്കായിട്ട് ചിറ്റ്കുളിൽ എനിക്ക് സ്റ്റേ കിട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ. കാരണം കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റുമോ? സ്റ്റുഡൻ്റാണ് പ്ലീസ്, ഇത് കുറച്ചിനൊക്കെ പണിയും കൂലിയൊക്കെ ആയില്ലേ, പിന്നെ ഒന്നും ഇറക്കാൻ പറ്റില്ല. അപ്പം ഇറക്കാൻ പറ്റുന്ന ടൈമിൽ നമ്മൾ നേരെ ഇറക്കാം. ഇതൊരിക്കലും ആൾക്കാരെ യൂസ് ചെയ്യില്ല. ഇത് നമ്മളെ ഇത് യൂസ് ചെയ്യണം, ബ്ലാ ബ്ലാ ബ്ലാ. പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കണം? റൂം എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആ റൂം എടുത്തുതരാം അത് ഇത് അവിടെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഉത്തർപ്രദേശ് പോയേക്ക് ഇങ്ങനെ ചെക്കന്മാർ വരും. ഓരോരുത്തർ അവിടെ ഫ്ലാറ്റ് ഉണ്ട് അങ്ങോട്ട് വന്നോ, ഫ്രീ സ്റ്റേ അത് ഇത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, അങ്ങനെ ഓരോ കൂടെ ഒന്നും പോകരുത്തിട്ട്. അപ്പോൾ നിങ്ങളും പോകുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ എന്നാലും ചില പോയിന്റിൽ വരും നമ്മളോട് നല്ല കമ്പനിയായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്ന സിറ്റുവേഷനൊക്കെ വരും. പക്ഷെ എന്നാലും പോകരുത്, ഒരിക്കലും പോകരുത്. ഞങ്ങൾ ചിറ്റ്കുള് പോയിക്കുണ്ടായിരുന്നു കുറച്ച് ചിറ്റ്കുള് പോയിക്കല്ല, ഉത്തർപ്രദേശ് ഷേക്കിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു നേപ്പാളത്തെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ വല്ലാണ്ട് അവളടക്ക് യാത്ര ചെയ്യും ഫാമിലീൻ്റെ ഒക്കെ കൂടെ, വല്ലാണ്ട് അങ്ങനെ യാത്ര ചെയ്തിട്ട് ശീലമില്ല. അപ്പോൾ ഇവളിങ്ങനെ എന്നോട് വാഫി പോവാൻ നല്ല രസം ഉണ്ടാക്കുന്നൊക്കെ. പക്ഷേ ഇവരൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരൊക്കെ ഒഴിവാക്കി വിടണം. അവർക്ക് എന്താ കരുതിക്കോട്ടെ, നമ്മൾ മൈൻഡൊക്കെ നിൽക്കണ്ട. ചിലപ്പോൾ നമുക്ക് തോന്നി ഒരു ഇതെന്താ കരുതുക, അവർക്ക് ബാഡ് ആവില്ലേ, സാരില്ല, അവർക്ക് മോശം, അവരെന്ത് കരുതൊക്കെ നമുക്ക് പോകാനൊക്കെ തോന്നുക. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓക്കെ, നമ്മൾ നമ്മളെ കാര്യം നോക്കുക. നമ്മൾ സ്ഥലം കാണാൻ പറഞ്ഞാൽ നമ്മൾ സ്ഥലം കാണണം, നമ്മൾ കമ്പനി ആകണം. പക്ഷെ ഒക്കെ ഒരു ലിമിറ്റ്. പിന്നെ വളരെ നല്ലൊരു കാര്യമാണ് ടെൻ്റ് ഉണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ടെൻ്റ് ഇല്ല, പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, വല്ലാണ്ടൊന്നും തോന്നിയിട്ടില്ല, എന്നാലും കുറേ സ്ഥലത്തിൻ്റെ പോയിന്റിലേക്ക് തോന്നിയിട്ടുണ്ട് ടെൻ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. കാരണം എല്ലായിടത്തും അടിക്കാം, ഒരുവിധം എല്ലായിടത്തും അടിക്കാം. പൈസ ഒന്നുമില്ല, ഒരു ടെൻറ്റ് അടിക്കാനുള്ള പൈസ മതി. പിന്നെ സ്റ്റേ പറയുന്ന സാധനം നമ്മൾ നോക്കിയേ വേണ്ട, എപ്പോഴും ടെൻറ്റ് അടിച്ച് യാത്ര. പിന്നെ വേറെ എന്തിനാ പൈസ? ടെൻറ്റ് ഉണ്ടെങ്കിൽ സെറ്റായി അല്ലേ. ഇനി ഞാൻ പൈസ കൂട്ടിയിട്ട് എനിക്ക് മേടിക്കണം. എനിക്ക് ടെൻറ്റൊക്കെ മേടിക്കാനുള്ള ഹൈ ടൈമായി, പക്ഷേ മേടിക്കണം. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ കുറേ ലോക്കൽസിൻ്റെ കൂടെ അല്ലേ ഞാൻ നിൽക്കില്ല. പക്ഷെ അത് ഞാൻ എങ്ങനെയാണ് എനിക്ക് ഇവരെ കിട്ടണതാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം കുറേ ആൾക്കാരെ കരുതലുണ്ട്. ഞാനിനി അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് ഇവർ ഇന്നെ നിർത്തണേ, മീൻസ് ഞാൻ ഒരു വില്ലേജ് നിന്നിട്ട് ചോദിക്കണേ അന്ന് ഇവിടെ നിന്നോട്ടെ. അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഇത്. അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ സോളോ ട്രിപ്പ് തന്നെ പറഞ്ഞുതരാം. ഞാൻ റിക്കോങ് പിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി റൂമൊക്കെ എടുത്ത് ഞാൻ പിറ്റേ ദിവസം സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു വില്ലേജിൽ പോയി, കൽപ്പ പറഞ്ഞ വില്ലേജിൽ. അപ്പോൾ അവിടുന്ന് എനിക്കൊരു വെല്ലിപ്പാരെ കിട്ടി. അങ്ങനെ ഇയാൾ ഞാൻ ഭയങ്കര കമ്പനി ഇത് ഇടക്കിടക്ക് വിളിച്ച് കൂടുന്ന കുറയണമുണ്ടല്ലോ, എൻ്റെ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ എനിക്കൊരു വെല്ലിപ്പാരെ കിട്ടിയിട്ട് നമ്മൾ ഭയങ്കര കമ്പനി, ഫുള്ള് വർത്താനം പറിച്ചിലും ഇതാക്കലൊക്കെ കേട്ടോ.
എന്നിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് പോകാനായിക്ക് ഇയാളിനോട് ചോദിച്ചു, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമോ, ഒന്ന് ഞങ്ങൾ എൻ്റെ ഫാമിലീൻ്റെ കൂടെ നിൽക്കുമോ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും ഈ വന്നതിനാലല്ല, അവരെല്ലാവരും എന്നെ കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷത്തിലേക്കാരോ, ഞാൻ എന്നെ ഹോസ്റ്റ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ ഒരിക്കലും ഇന്നൊരു വില്ലേജിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ലോക്കലിനെ പിടിക്കണം എന്ന് അവരെ കൂടെ ഫ്രീ ആയിട്ട് നിൽക്കണം, ഫുഡ് സേവ് ചെയ്യുക, അത് അങ്ങനെ ഒന്നല്ല ഇത്, അങ്ങനെ ഒന്നല്ല ഇത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ആ ജേർണി നമ്മളിങ്ങനെ എത്തിക്കണേണ് ഓരോ ഇതിക്കും. ഓക്കെ, അങ്ങനെ എന്നിട്ട് ഞാൻ ഇയാളെ കുറച്ചേരം മീൻസ് നമ്മളൊന്നും ഒരു 2 മണിക്കൂറായിട്ട് സംസാരിച്ചപ്പോൾ എന്താ. അപ്പം ഞാൻ പക്ഷെ അപ്പം തന്നെ ഇയാളിനെ വിളിച്ചിരുന്ന് ഇയാളുടെ കൂടെ ഞാൻ പോകുന്നില്ല, ഇയാളെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് എന്താ ഏതാ അതൊക്കെ എനിക്ക് അന്വേഷിക്കണം. അങ്ങനെ എന്നിട്ട് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് എൻ്റെ അതേ പ്രായത്തിലുള്ള 2 പേരക്കുട്ടികളുണ്ട്, വേറെ കുറേ ചെറിയ കുട്ടികളുണ്ട് ഇയാളെ വീട്ടിൽ. അങ്ങനെ നിറച്ചൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ഇങ്ങനെ വീടാൾ ചൂസ് ചെയ്യുമ്പോൾ, ലോക്കൽസിൻ്റെ വീടാൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഒപ്പമുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ഹൗസ് ഹോൾഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ വലിപ്പം മാത്രം ഒരു വീട്ടിൽ നിൽക്കുക, അങ്ങനത്തെ വീടുകൾക്കൊന്നും പോകാതിരിക്കുക, അങ്ങനെ വെറും ആണുങ്ങൾ മാത്രം അങ്ങനത്തേക്കൊന്നും പോകാതിരിക്കുക. അങ്ങനെ എന്നിട്ട് ഇവരെ പേരക്കുട്ടികൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നു ഈ ഷോപ്പിക്ക്. അങ്ങനെ എന്നിട്ട് പിന്നെ ഒരു ധൈര്യം, പിന്നെ എന്താ, പിന്നെ ഒന്നും ഇപ്പോൾ ഫുള്ളി ഇങ്ങോട്ട് ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ, ഒക്കെ പിന്നെ യാത്ര ചെയ്യല്ലോ. ഓക്കെ, 50-50 എന്നുള്ളതിൽ നമ്മൾ പോവാം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറയും, ഇമ്പാനോടും ഉമ്മാനോടും ഞാൻ പറയും, ഇങ്ങനെ എനിക്കൊരു വലിപ്പാര കിട്ടിക്കണോ, ഇന്ന് ഇവർ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോ, അപ്പം ഞാനിന്ന് അവിടെ നിൽക്കണേ എന്നുള്ളതിൽ വലിപ്പാക്കും ഇവരോട് സംസാരിക്കാൻ കൊടുക്കും ഞാൻ. ഓർക്കും ഒരു ഇത് കിട്ടുക, ഓക്കെ ഇവൾക്ക് നോക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ള സാധനം. അല്ലാണ്ട് ഏതോ ഒരു പെണ്ണെടുത്തോ ഒന്ന് ഇവിടെ എന്ത് കാട്ടാന്നുള്ളതല്ല. ഞാൻ ഇവരെല്ലാവരും എന്നെ വാച്ച് ചെയ്യേണ്ടത്, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ സ്ഥലത്താണല്ലേ എന്നുള്ളൊരു ഇത് ഓർക്കും ഉണ്ടാകൂലേ. അപ്പോൾ ഇപ്പം എൻ്റെ ഫോണൊക്കെ ഓടിച്ച് ഇയാൾക്ക് കൊടുക്കും, ഇപ്പം ഇവരും സംസാരിക്കും, എന്നിട്ട് ഓരോ ഇതാകും ഓക്കെ എന്നുള്ളൊരു സാധനത്തിലെത്തിക്കും. എന്നിട്ടൊക്കെയാണ് ഈ പോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരെ ഇതാക്കൽ കിട്ടലൊക്കെ. എന്നിട്ട് പിന്നെ ഇവർക്ക് ഭയങ്കര, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലാറുണ്ടെങ്കിൽ നമ്മൾ ഈ സിറ്റികളിലൊക്കെ ഞാൻ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ, അങ്ങനത്തെ ഒക്കെ ഒരു വെൽക്കമിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഇങ്ങനെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹിമാചലത്തെ ആൾക്കാരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. നമ്മളെ വീട്ടിൽ വിളിക്കും, ഭയങ്കര സ്വീകരിക്കും, നല്ല ഫുഡ് തരുന്നതൊക്കെ കിട്ടുമ്പോൾ ഇവർക്ക് ഭയങ്കര പൊലിവാണ്. ഓരോരോ ഗസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യല്ലേ. അതുകൊണ്ട് പഞ്ചാബിലും അങ്ങനെ ഉണ്ടാകുമെന്ന്. കാരണം അങ്ങനെ ഓരോ കൂടെ മുമ്പ് ട്രാവൽ ചെയ്തേക്കൊക്കെ വരും, വല്ലാണ്ട് നമുക്ക് തരും. നമ്മൾ ഭയങ്കര ഇങ്ങനെ നോക്കും, പാമ്പർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. എനിക്കറിയില്ല, ആ സ്ഥലം അല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷെ തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അപ്പം എന്താണെങ്കിലും അങ്ങനെയാണ് എനിക്ക് ആൾക്കാരൊക്കെ കിട്ടൽ. അപ്പോൾ ഒക്കെ നമ്മളെ കയ്യിലാണ്, നമ്മൾ ഒറ്റക്കാണ്, നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ സേഫാക്കി നിർത്തുക എന്നുള്ളത്. വേറെ ആരും ഇല്ല. അപ്പോൾ ഭയങ്കര എന്തായിട്ടാ അത്ര പാവമായിട്ട് എവിടെ നിന്ന് കൊടുക്കരുത്. മീൻസ് ഒരാൾക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവള് ഭയങ്കര പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ ഇവക്ക് വലിയ അന്തോ കഥൊന്നുമില്ല, ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം നിൽക്കുക. ഓക്കെ, നല്ല ധൈര്യത്തോടെ സ്ട്രോങ് ആയി നിൽക്കുക. ഒക്കെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, ഏതടാ നീ ഏത് എന്നുള്ളതിൽ ഒക്കെ അറിയാം. ആ ഒരു ഇതിൽ നിൽക്കുക. ഇങ്ങനെ തന്നെയല്ലേ പഠിക്കുക. പിന്നെ ഒരു തെറ്റൊക്കെ പറ്റും, ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ അത് കരുതി പേടിച്ച് പിന്നെ അതൊന്നും ചെയ്യാണ്ട് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും നിൽക്കരുത്. അതാണ്, നിന്ന് പോകരുത്. നമ്മളിങ്ങനെ പോയി കൊണ്ടേയിരിക്കാം. ഒരു തെറ്റ് പറ്റിയില്ലേ, അപ്പോൾ അത് പഠിക്കുക, അടുത്ത പ്രാവശ്യം അത് ചെയ്യാണ്ട് നോക്കുക, ഇനിയിപ്പോൾ ചെയ്താലും ബെറ്ററായി ചെയ്യുക. അങ്ങനെ കൊണ്ടുപോകുക. പേടിയാണെന്ന് കരുതിയിട്ടൊന്നും പോവാതിരിക്കുക. മെയിനായിട്ട് അതാ പറയാനുള്ളത്. ഞാനാണ് എൻ്റെ ഡൽഹിയിൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ നോക്കുമ്പോൾ ഞാനാണ് ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും പേടിച്ച് നടക്കണ കുട്ടി ഞാനാണ്. പക്ഷെ അവിടെ ഏറ്റവും യാത്ര ചെയ്തിരിക്കണ കുട്ടി ഞാനാണ്. കാരണം എനിക്ക് ലിറ്ററലി എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റ് വിച്ച് ഈസ് ലൈക്ക് ജസ്റ്റ് 200 or 300 meters away. അത്ര ദൂരത്തേക്ക് പോകാൻ കൂടി എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വരണം, മറ്റേ പ്രിൻസസ് മാതിരി എൻ്റെ താഴത്ത് വന്നിട്ട് ഞാൻ എന്നെ കൊണ്ടുപോയി അവിടെ ആക്കണോ, രാത്രി എനിക്ക് ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആരെങ്കിലും ആക്കി തരണോ, അത്രയും പേടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇത്ര യാത്ര ചെയ്യണല്ലേ, അവർക്ക് അയ്യോ എനിക്ക് പേടിയാണ്, എനിക്ക് യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ പേടി വെച്ചിട്ട് ഈ എങ്ങനെ യാത്ര ചെയ്യലേന്ന്. അതാ, പേടി വെച്ചിട്ട് യാത്ര ചെയ്യാല്ലേ, പേടി ഇല്ലാണ്ട് പോകണമെന്നില്ല. അപ്പം അതൊക്കെ ഇതാക്കുക. പേടി, പൈസ, കുറേ റീസൺ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു 100 റീസൺസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ നിൽക്കരുത്. എനിക്കതാ പറയാനുള്ളത്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് വാല്യുബിളായിട്ട് തോന്നുന്നുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി, വാ അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിനി ചിലപ്പോൾ എനിക്ക് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിക്കൊടും.
ഇനി സത്യം പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾ ചോദിച്ചതല്ലാണ്ട് എനിക്കറിയൂല, എനിക്ക് ഏതൊക്കെ അറിയാമെന്ന്. അപ്പം അതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ എന്തൊക്കെയാണെന്നൊന്നും പറയണില്ല. ഞങ്ങൾ ഇങ്ങനെ കഫീദൻ്റെ അടുത്ത് വീഡിയോ അങ്ങനെയൊക്കെ കരുതി നിങ്ങളിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തന്നെ കാണാൻ.